ആലപ്പുഴയിൽ സ്കൂളിൽ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി വിദ്യാർത്ഥി. സ്കൂളിൽ കുട്ടികൾ തമ്മിലുണ്ടായ തർക്കത്തിന് പക തീർക്കാനാണ് വിദ്യാർത്ഥി എയർഗണ്ണുമായി ക്ലാസ്സിലെത്തിയത്. തോക്ക് ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുകയും തോക്ക് കൊണ്ട് അടിക്കുകയും ചെയ്തെന്നാണ് പരാതി. മനീഷ് ഐഷ ചേരുന്നു. മനീഷ്, ഇത് എന്താണ് സംഭവം? തോക്ക് കണ്ടെടുത്തോ? ഈ കുട്ടികളെ പോലീസ് അവരിലേക്ക് എത്തിയിട്ടുണ്ടോ? സേതുലക്ഷ്മി, കഴിഞ്ഞ ദിവസം സ്കൂളിലുണ്ടായ ഒരു വാക്കുതർക്കത്തിനൊടുവിൽ ഇതൊരു വഴക്കിലേക്ക് മാറുകയും ഇതിന് പ്രതികാരം എന്നോണം അടുത്ത ദിവസം വീട്ടിലുണ്ടായിരുന്ന ഒരു എയർഗണ്ണുമായി വിദ്യാർത്ഥി സ്കൂളിൽ എത്തിയെന്നാണ് ഇപ്പോൾ നമുക്ക് പ്രാഥമിക ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വിദ്യാർത്ഥിയുടെ പക്കൽ ഒരു എയർഗൺ ഉണ്ടായിരുന്നു. ഈ എയർഗൺ ഇപ്പോൾ ഉപയോഗശൂന്യമായ ഒരു എയർഗണ്ണാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അത്തരത്തിൽ ഈ എയർഗണ്ണുമായി വിദ്യാർത്ഥി സ്കൂളിൽ എത്തുകയും വീണ്ടും ഈ മറ്റു വിദ്യാർത്ഥിയായിട്ട് തർക്കമുണ്ടാവുകയും ആ തർക്കത്തിനൊടുവിൽ ഈ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തുകയാണ് ഉണ്ടായത്. മാത്രമല്ല, ഈ തോക്ക് കൊണ്ട് ആ കുട്ടിയെ മർദ്ദിക്കുകയും ചെയ്തു. ശരിക്കും ഒരു പ്രതികാര മനോഭാവത്തോടുകൂടി ഈ തോക്കുമായി വന്നതാണ്. അതിനുശേഷം ഈ കുട്ടികളെ താക്കീത് ചെയ്ത് വിട്ടിരുന്നു. എന്നാൽ ഈ മർദ്ദനമേറ്റ കുട്ടിയുടെ വീട്ടുകാർ പരാതി നൽകിയതിനെ തുടർന്നാണ് ഇപ്പോൾ നിലവിൽ സ്കൂൾ അധികൃതർ ഈ വിഷയത്തിൽ പോലീസിന് പരാതി നൽകിയത്. ഇതിനെ തുടർന്ന് ജുവനൈൽ ആക്ട് പ്രകാരം 2 വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഈ വിദ്യാർത്ഥിയുടെ വീട്ടിൽ നിന്ന് ഉപയോഗശൂന്യമായ ഈ തോക്ക് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സിനിമകളിൽ നിന്നൊക്കെ കിട്ടുന്ന സ്വാധീനത്തിന്റെ പുറത്ത് ഒരു വഴക്കുണ്ടായതിന് തൊട്ടുപുറകെ തോക്കെടുത്ത് ഒരു അക്രമത്തിലേക്ക് പോകുന്ന തരത്തിലേക്ക് ആണ് കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. എന്തായാലും അതൊരു ഉപയോഗശൂന്യമായ തോക്കായിരുന്നത് കൊണ്ടും അത് വെടിയുതിർക്കുകയോ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും ശ്രമിക്കാഞ്ഞത് കൊണ്ടും മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ശരി ശരി മനീഷ്.